ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. എഫേഷ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. എഫേഷ്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. വായിച്ചോ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് നിർത്തിയത്. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, മെസ്സേജിൽ വായിക്കുന്നതാണ്. Chapter 5 verse 1 മുതൽ താഴോട്ട് വായിക്കുക. Watch what God does and then you do it. Like children who learn proper behavior from their parents. Mostly what God does is love you. Keep company with Him and learn a life of love. Observe how Christ loved us. His love was not cautious but extravagant. He didn't love in order to get something from us, but to give everything of Himself to us. Love like that. 3-ാം വാക്യം വായിക്കുന്നു. Don't allow love to turn into lust, setting off a downhill slide into sexual promiscuity, filthy practices, or bullying greed. Though some tongues just love the taste of gossip, those who follow Jesus have better uses for language than that. Don't talk dirty or silly. That kind of talk doesn't fit our style. Thanksgiving is our dialect. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മൾ ഈ വായിച്ചതിന്റെ ഇംഗ്ലീഷ് ഭാഗമാണ് ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിച്ചു, നമ്മൾ ദൈവത്തിന്റെ ഇമിറ്റേറ്റേഴ്സ് ആകണം. ദൈവത്തെ മലയാളത്തിൽ തന്നെ ആ വാക്കിന് ദൈവത്തെ അനുകരിക്കാൻ ആ പരിശുദ്ധാത്മാ നമ്മൾ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. സോ നമ്മൾ അവിടെ നിന്ന് കടന്നുപോയി ദൈവത്തിന്റെ സ്നേഹം ദൈവം നമ്മളോട് എങ്ങനെ പ്രദർശിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു. യേശുവിനിലൂടെയാണ് ആ സ്നേഹം പ്രദർശിപ്പിച്ചത്. താഴോട്ട് പറയുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഇത് വായിച്ചപ്പം എന്റെ ചിന്തയിലേക്ക് ഇത് വന്നില്ല. പക്ഷെ 3-ാം വാക്യം ഇംഗ്ലീഷിൽ NKJV തുടങ്ങുന്നത് ബട്ട് ഫോർണിക്കേഷൻ ആൻഡ് അൺക്ലീൻനെസ് എന്നാണ് പറഞ്ഞത്. ബട്ട് എന്ന വാക്കിന്റെ അർത്ഥം പക്ഷേ, അല്ലെ? ഹല്ലേലൂയ. സോ ആദ്യം പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹം എന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ? 2-ാം വാക്യം പറയുന്നത്, and walk in love as Christ also has loved us and given himself for us as an offering and a sacrifice to God for a sweet smelling aroma. So മലയാളത്തിൽ എന്നാ? സൗരഭ്യവാസനയായ ദൈവസന്നിധിയിൽ യേശു ദൈവത്തിലേക്ക് നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ് അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനം. എന്നിട്ട് പറയുന്നത് ബട്ട് ഫോർണിക്കേഷൻ ആൻഡ് അൺക്ലീൻനെസ് നിങ്ങളുടെ മധ്യയിൽ സംസാര വിഷയം പോലും ആകരുത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അത് മെസ്സേജ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഡോണ്ട് അലൗ ലവ് ടു ടേൺ ഇൻടു ലസ്റ്റ്. ഹല്ലേലൂയ. സോ ആ ബട്ടനെ വ്യാഖ്യാനിച്ച് ഇവിടെ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെട്ടു. നമ്മളോട് പറഞ്ഞു ഈ സ്നേഹം അനുകരിപ്പാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സ്നേഹമായതുകൊണ്ട് നമ്മൾ ഈ സ്നേഹം വേണം അനുകരിപ്പാൻ. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്നേഹം അനുകരിക്കണം. സോ നമ്മൾ ഈ സ്നേഹത്തെ മുതലെടുക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സ്നേഹം ദൈവം കാണിച്ചതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കണം. പക്ഷെ നമ്മുടെ ചിന്തയിൽ സ്നേഹം വേറെ രീതിയിലുണ്ട്. ഹല്ലേലൂയ. സോ ആ സ്നേഹം അത്യാഗ്രഹമായിട്ട് മാറും. അതുകൊണ്ടാണ് ജഡത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ഫോർണിക്കേഷൻ, ഹല്ലേലൂയ, വ്യഭിചാരം ചെയ്യുന്നത്, മറ്റ് അശുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സ്, നമ്മുടെ മാനുഷിക രീതിയിൽ നമ്മുടെ ആ സ്നേഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ പറയും സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഇനീഷ്യൽ സ്നേഹം അല്ലത്. ഹല്ലേലൂയ. അതൊരു ആകർഷണം. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ അതുപോലെ ആകരുത് എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അടുത്ത ആ വാക്യം തന്നെ 3-ാം വാക്യം അവസാനം എന്നാ പറയുന്നത്? let it not even be named among you as is fitting for saints. വിശുദ്ധന്മാർക്ക് അത് പറഞ്ഞിട്ടുള്ളതല്ല എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സോ വിശുദ്ധന്മാർ, സെയിൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? വേർതിരിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. സോ നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മളെ വേർതിരിച്ചു. അതാണ് ഇന്ന് ജോഷൻ നമ്മളോട്
ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. സോ നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുക. എന്തിൽ നിന്ന്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളിൽ എന്നാ ഇപ്പൊ ഉള്ളത്? നമ്മൾ പ്രകാശത്തിൽ യേശുക്രിസ്തുവാ. സോ യേശുക്രിസ്തു വെളിച്ചമാണ്. ഹല്ലേലൂയ. സോ നമ്മൾ എന്നാ ഇപ്പം? വെളിച്ചമാ. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളിലൂടെ വെളിച്ചം വ്യാപരിക്കണം. നമ്മളിലൂടെ ദൈവം സ്നേഹമായതുകൊണ്ട് നമ്മളിലൂടെ സ്നേഹം വെളിപ്പെടണം. സ്തോത്രം. പക്ഷേ അത് സ്നേഹം വെളിപ്പെടുത്തേണ്ടത് ദൈവം കാണിച്ച സ്നേഹമാ വെളിപ്പെടുത്തേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എനിക്ക് ബെന്നിയെ സ്നേഹിക്കാം, മനുഷ്യ രീതിയിൽ എനിക്ക് ബെന്നിയെ സ്നേഹിക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെ മോളി പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യോഹന്നാൻ 15:13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ശ്രദ്ധിക്കണമേ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സോ യേശു ഇവിടെ പറയാ, ഒരു സ്നേഹിതന് വേണ്ടി ഒരാൾ ജീവൻ കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. സോ ആ സ്നേഹിതനുമായിട്ടുള്ള ബന്ധത്തിനെ ബേസ് ചെയ്ത് ഇപ്പം ഞാൻ അതുപോലെ വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തിനു വേണ്ടി ഏബലിനെ രക്ഷിക്കാനായിട്ട് എന്റെ ജീവൻ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 5:10. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. സോ പരിശുദ്ധാത്മാവ് പറയാണ്, ഏറ്റവും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറയുന്നത് ഒരു സ്നേഹിതൻ അവന്റെ ജീവനെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി? സ്നേഹിക്കുന്നവന് വേണ്ടി. ഹല്ലേലൂയ. പക്ഷെ യേശു വചനം ഇവിടെ പറയുന്നു, ശത്രുക്കളായിരുന്നപ്പോൾ അവന് വേണ്ടി അവൻ ജീവൻ കൊടുത്തു. സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ശത്രുക്കളായിരുന്നു ദൈവത്തോട്. ആമേൻ. ഹല്ലേലൂയ. സോ ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി അവൻ നമ്മളോട് ചോദിക്കാതെ നമുക്ക് വേണ്ടി ജീവൻ നൽകി. മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറയുന്നത് ഒരു സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ യേശു അങ്ങനല്ല ചെയ്തത്. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി ജീവൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ, നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. സോ ഇവന്റെ മരണത്താലാണ് ശത്രുവായ എന്നെ മിത്രമാക്കി തീർത്തതെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാൻ മേലാത്ത കാര്യമല്ല. പക്ഷേ ഒരുവൻ ജീവൻ കൊടുക്കുന്നതിന്റെ മാക്സിമം പ്രദർശനം ഒരു സ്നേഹിതനാകുമ്പോഴാണ്. പക്ഷെ നമ്മൾ സ്നേഹിതന്മാരല്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മുമ്പാകെ ക്രിസ്തു സൗരഭ്യവാസനയായി ഏൽപ്പിക്കപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ അവന്റെ മനസ്സിലുണ്ടായിരുന്നേ, ഈ ശത്രുവിന് വേണ്ടി ഞാൻ മരിക്കാം, ഈ ശത്രുവിന് വേണ്ടി ഞാൻ മരിക്കാം, ഞാൻ യാഗമായി തീരും, ഞാൻ സൗരഭ്യവാസനയായി എന്നെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ദിസ്. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ. ഇതിനെ അനുകരിപ്പാൻ. ഇങ്ങനെയാണ് നിങ്ങൾ സ്നേഹം കാണിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. താഴോട്ട് വായിക്കാം. 3-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. 3-4. എഫേസ്യർ 5:3-4. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. അങ്ങനെ ആകുന്നെങ്കിൽ വിശുദ്ധന്മാർക്ക് ഉചിതം. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഹല്ലേലൂയ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. ഇങ്ങനെ ചേർച്ചയില്ലാത്തത് ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. സോ ആദ്യം പറഞ്ഞു
fornication, uncleanness, covetousness, let it not be named among you as is fitting for saints. അത് വിശുദ്ധന്മാർക്കാണ്, വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങളാ അത്. എന്നിട്ട് അടുത്ത ഭാഗം പറയാ, ഇനി നമ്മുടെ ഹൃദയത്തിന്റെ കാര്യം വരുന്നത്, ഇനി നമ്മുടെ നാവിന്റെ കാര്യത്തിലേക്ക് വന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, പൊട്ടച്ചെല, കളിവാക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പാടില്ല. എന്ത് അതിന് പകരം എന്നാ നമ്മുടെ വായി വരേണ്ടത്? സ്തുതിയുടെ വാക്കുകൾ, സ്തോത്രത്തിന്റെ വാക്കുകളാണ് നമ്മുടെ വായിൽ വരേണ്ടത്. ഹല്ലേലൂയ. സോ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞു, വായുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു. ഇത് രണ്ടുമാ കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു നിൽക്കുന്നതാ വാ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സോ ഹൃദയം ശരിയാണെങ്കിൽ വായും ശരിയാകും. ഹല്ലേലൂയ. സോ ഫലം വരുന്നത് അങ്ങനെ, ഇവിടെ ശരിയായാൽ മാത്രമേ വെളിയിലേക്ക് വരുന്നതും നല്ലതാകുള്ളൂ. അതുകൊണ്ട് യേശു സുവിശേഷങ്ങളിൽ പറയുന്നത്, മരത്തിന്റെ ഫലം കണ്ടിട്ടാണ് മരം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. സോ നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട് ദൈവം. സോ ദൈവം ഇവിടെ പറയാണ്, ദൈവത്തിന്റെ ആത്മാ നമ്മളോട് പറയാണ്, താങ്ക്സ് ഗിവിംഗ് ആയിരിക്കണം നമ്മുടെ വായിലെ വാക്കുകൾ. ഹല്ലേലൂയ. നന്ദിയുള്ള വാക്കുകളായിരിക്കണം. കാരണം എന്നാ? ശത്രുവായിരുന്നവനെ മിത്രമാക്കിയത് കൊണ്ട്, നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി അവൻ പാപം വഹിച്ചത് കൊണ്ട്, നമുക്ക് വേണ്ടി അവൻ ശിക്ഷ വഹിച്ചത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്മളെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് നമ്മുടെ ദർശനമേ മാറ്റുക. ഹല്ലേലൂയ, സ്തോത്രം. താഴോട്ട് വായിക്കാം, 5-ാം വാക്യം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കൊളോഷ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം എടുത്താണ്. കൊളോഷ്യർ 3:16. Thank you Jesus. Hallelujah. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ഞങ്ങളിൽ വസിക്കും. ഹല്ലേലൂയ. ആ കണക്ഷൻ ഇവിടെ കാണുന്നുണ്ടോ? ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും. ഹല്ലേലൂയ. സോ ഹൃദയത്തിൽ ആ പാട്ട് വന്നാലേ, എന്നിട്ട് അതിന്റെ മുകളിലത്തെ വാക്യനായിരുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. ഹല്ലേലൂയ. അതെന്തിന്റെ അവസ്ഥയെ പറ്റി പറയും? നമ്മുടെ നാവ്, നമ്മുടെ വായിന്റെ അവസ്ഥയെ പറയുന്നത്. ഹല്ലേലൂയ. സോ ഹൃദയത്തിൽ ഒരു പാട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് വരുള്ളൂ എന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. സോ നമ്മൾ കൂടിച്ചേരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക. നമ്മൾ എങ്ങനെ? നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗീതം ഉണ്ടാവണം, ഒരു നല്ല ഒരു അവസ്ഥ, അവന്റെ സ്നേഹത്തിന്റെ അവസ്ഥ ഉണ്ടാവണം. അതുണ്ടാകുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഉള്ള അവസ്ഥ വരുമെന്ന്. ഹല്ലേലൂയ. ആ കൃപ വരുമെന്ന്. ഹല്ലേലൂയ. അവിടെ വാക്യം പറയുന്നത് സിംഗിങ് വിത്ത് ഗ്രേസ് ഇൻ യുവർ ഹാർട്ട്സ്. ഹല്ലേലൂയ. സിംഗിങ് വിത്ത് ഗ്രേസ്, കൃപയോടുകൂടി നമ്മൾ പാട്ട് പാടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇനി 4:6 ഒന്ന് വായിച്ചാട്ടെ. കൊളോഷ്യർ 4:6. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരും അതൊരു പ്രാർത്ഥനയായിട്ട് ഏറ്റെടുക്കണം. നമുക്ക് മറ്റുള്ളവരോട് സംസാരിപ്പാൻ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളുമായിരിക്കണം. സ്തോത്രം. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ യേശുവിനെ പ്രദർശിപ്പിക്കുന്നവരാ, യേശുവിനെ പ്രതിനിധീകരിക്കുന്നവരാ. ഹല്ലേലൂയ. അനാവശ്യമായ ഒരു വാക്ക് മതി അവർ യേശുവിനിൽ നിന്ന് മാറിപ്പോകാനായിട്ട്. സ്തോത്രം. ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ഒരു പരീശന്മാർ ഒരു സ്ത്രീയെ യേശുവിന് മുമ്പാകെ കൊണ്ടുവരുന്നു.
ഹല്ലേലൂയ. ആ സ്ത്രീയുടെ കഥ എല്ലാവർക്കും അറിയാം. വ്യഭിചാരത്തിൽ പിടിച്ചതാ ആ സ്ത്രീനെ. ഹല്ലേലൂയ. എന്നിട്ട് കല്ലെറിയാനായിട്ടാണ് യേശുവിന് മുമ്പാകെ അവളെ കൊണ്ടുവരുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അതിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കാം. യോഹന്നാൻ 8:7 വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരും വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന അവളോട്, സ്ത്രീയെ, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു. സ്ത്രീയെ, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലോ ഇല്ലയോ എന്ന് ചോദിച്ചു. യേശു അവളോട് ചോദിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ റിയാക്ഷൻസും യേശുവിന്റെ ഇടപെടലും ശ്രദ്ധിക്കണം നമ്മുടെ. ഹല്ലേലൂയ. സോ നമുക്ക് യേശുവിന്റെ ഇടപെടലും യേശുവിന്റെ റിയാക്ഷൻസ് മനസ്സിലാക്കിയാൽ ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. സോ പരീക്ഷന്മാർ കൊണ്ടുവന്നത് ഇവളെ കുറ്റം വിധിക്കാനായിട്ടാണ്. ഇവൾ പാപം ചെയ്തു, അതുകൊണ്ട് ഇവളെ കുറ്റം വിധിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. പക്ഷേ യേശുവിന്റെ റിയാക്ഷൻ ഇപ്പൊ ചോദിക്കുന്നു. യേശു നേരിട്ട് അവളോട് ചോദിക്കുക, നിന്നെ കുറ്റം വിധിക്കാൻ. അവളോട് ചോദിച്ചോ, നീ പാപിയല്ലേ? പാപിയാണെന്ന് അവളോട് ചോദിച്ചോ? യേശുവിന് അറിയാം അവൾ പാപിയാണെന്ന്. അതുകൊണ്ട് അവൾ യേശുവിന് മുമ്പാകെ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളുടെ ഹൃദയത്തിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ കുറ്റം വിധിക്കാനായിട്ടല്ല, നിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ഇടപെടണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നീ ശിക്ഷയ്ക്ക് യോഗ്യത ഉണ്ട് നിനക്ക്. പക്ഷേ ഞാൻ പറയുന്നു, നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. വായിച്ചാട്ടെ. പോക, ഇനി പാപം ചെയ്യരുതെന്ന്. ഇനി പാപം ചെയ്യരുത്. വായിച്ചാട്ടെ. യേശു പിന്നെയും അവരോട് സംസാരിച്ച്. ശ്രദ്ധിക്കണമേ, യേശു പിന്നെയും അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മളിൽ നിന്ന് ജീവന്റെ വെളിച്ചം എങ്ങനെ വ്യാപരിക്കുന്നത്? യേശുവിന്റെ ഭാവം എടുക്കുമ്പോൾ. സ്തോത്രം. യേശു വെളിച്ചമാണ്. സോ യേശുവിന്റെ ഭാവം നമ്മളിലേക്ക് വരുമ്പോൾ, സ്തോത്രം, നമുക്ക് ഇങ്ങനെ ഇടപെടാനായിട്ട് പറ്റുമെന്ന്. ഹല്ലേലൂയ. സോ അവിടെ വന്ന എല്ലാവരുടെയും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ സ്ത്രീയെ കല്ലെറിയണം. അവിടെ എല്ലാവരും പാപം ചെയ്തവരാ നിന്നത്. നമ്മളും ആ കൂട്ടത്തിലുള്ളവരാ. ഹല്ലേലൂയ. സോ നമ്മളൊരു പാപിയെ കാണുമ്പോൾ അവരെ കുറ്റം വിധിക്കാനായിട്ടോ അവരെ ന്യായം വിധിക്കാനായിട്ടോ അല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അവരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരും. ഈ വെളിച്ചം അവർക്കും പകരപ്പെടാനായിട്ട്. ഹല്ലേലൂയ. വെളിച്ചം വ്യാപരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാം? അന്ധകാരം തന്നെത്താൻ മാറിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. അന്ധകാരം മാറിപ്പോവാനായിട്ട് നമ്മൾ പറയുമ്പോഴല്ല അന്ധകാരം മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അവര് ഈ വിട്ടുകളയുമ്പോഴല്ല അന്ധകാരം മാറിപ്പോകുന്നത്. വെളിച്ചം വരുമ്പോൾ തന്നെത്താൻ അന്ധകാരം മാറിപ്പോകും. യോഹന്നാനു ശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, വെളിച്ചം വന്നപ്പോൾ അന്ധകാരം പിടിച്ചടക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അന്ധകാരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വെളിച്ചം വ്യാപരിക്കുമ്പോൾ. സ്തോത്രം. സോ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, തിരിച്ചു പോകാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക്. താഴോട്ട് വായിച്ചാട്ടെ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ശ്രദ്ധിക്കണമേ. സോ കമ്പാരിസൺ പറയാണ്, ഇങ്ങനെയുള്ളവരുടെ മേലാണ് ദൈവത്തിന്റെ കോപം വന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 11 വാക്യങ്ങളിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ 11-ാം വാക്യം മാത്രം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 6:11. 1 കൊരിന്ത്യർ 6:11. നിങ്ങളിൽ ആരും ഈ വകക്കാരായി 10 കൂടെ വായിച്ചോ മോനെ. 9 മുതൽ വായിക്കും. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹക്കാർ, മദ്യപന്മാർ, സ്വാവിഷ്ണുക്കാർ, പിടിച്ചുപാറക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല.
നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. സോ നമ്മളെ ആ കൂട്ടത്തിൽ നിർത്തിയിട്ട് പറയാണ്, നമ്മൾ ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. സ്തോത്രം. എന്നിട്ട് എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ എഫേസ്യർ 5:3 മുതലുള്ള താഴെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് കാരണം നമ്മളെ ശുദ്ധീകരിച്ചു, നീതീകരിച്ചു, വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവം വെളിച്ചമായതുകൊണ്ട്, നമ്മളിൽ വെളിച്ചം ഇരിക്കുന്നത് കൊണ്ട്, നമ്മൾ കഴുകപ്പെട്ടവരായതുകൊണ്ട് പ്രദർശിപ്പീൻ അവനെ. ഹല്ലേലൂയ. അടുത്ത വാക്യം എഫേസ്യർ 5:7. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഡു നോട്ട് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദം. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പങ്കുചേരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് അടുത്ത വാക്യങ്ങൾ വായിച്ചാൽ 8-ാം വാക്യം. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. ശ്രദ്ധിക്കണമേ, നിങ്ങൾ ഇരുളിലായിരുന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇരുളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ വെളിച്ചമായതുകൊണ്ട്. സോ അവന്റെ വെളിച്ചം അവളിലേക്ക് വ്യാപരിച്ചപ്പം അവളും വെളിച്ചമായി തീർന്നു. അവൾ ഇരുളായിരുന്നു, പക്ഷെ അവള് ഇപ്പൊ വെളിച്ചമായി. സോ നമ്മളോട് പറയാണ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സോ നിങ്ങൾ ഇന്ന്, ഞാനും നീയും ഇന്ന് വെളിച്ചമാണെന്ന് പോലും. ഹല്ലേലൂയ. സ്തോത്രം. സോ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി, അന്ധകാരം മാറിപ്പോകും. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അത്രമാത്രം വെളിച്ചം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ജയ പറയുന്നത് പോലെ, സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്, നിന്നിലൊരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഹി ട്രസ്റ്റ് ഇൻ യു. വൈ? ഹല്ലേലൂയ. നിന്നെ മഹത്വം കൊണ്ടല്ല, നിന്നിൽ വെളിച്ചം വ്യാപരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ എല്ലാവർക്കും ആ ഒരു ഉറപ്പ് വേണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ മുടുക്കം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എഴുന്നേൽക്കും പലപ്പോഴും വിചാരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബുദ്ധി പോലും കടന്നു പോകാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുന്നല്ലോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ബുദ്ധിയിൽ എനിക്കിത് ആലോചിച്ച് കൂട്ടാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷേ ദൈവത്തിന്റെ ആത്മാ നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. നിന്നെ ഞാൻ വെളിച്ചമാക്കിയത് കൊണ്ടാണ് നീ ഇതുപോലെ പ്രകാശിക്കുന്നത്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.